ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരെ നമ്മളെ നാട്ടിൽ ഇതുവരെ മഞ്ഞും തണുപ്പും പോയിട്ടില്ല കേട്ടാ. വൃശ്ചികം, മകരം ആ മാസത്തിലെ തണുപ്പും മഞ്ഞും ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണ് ഇങ്ങനെ കാലാവസ്ഥ എന്നൊന്നും അറിയത്തില്ല. രാവിലെ എണീറ്റ എന്നും ഇതുപോലത്തെ മഞ്ഞ് എല്ലാ ദിവസവും ഇല്ല കേട്ടോ, ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മഴ ചാറിയ പോലെ ഉണ്ട് കേട്ടോ മഞ്ഞ്. അതാണ്ടോ നല്ല മഞ്ഞുണ്ട്. ഇതിപ്പോൾ കുംഭമാസമായില്ലേ, കുംഭമാസത്തിൽ ഇതുപോലെ മഞ്ഞുണ്ടാവുമോ എനിക്കറിയത്തില്ല കേട്ടോ, ഓർമ്മയില്ല കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു. ഇനി അടുത്ത വർഷം നമുക്ക് നോക്കാമല്ലോ, നമ്മളെ വീഡിയോസ് എടുത്ത് നോക്കാമല്ലോ ഇതുപോലെ ആയിരുന്നോ കാലാവസ്ഥ അതില്ലേ. അന്നേരം എല്ലാവരും എങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അന്നേരം രാവിലെ തന്നെ നമ്മൾ അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്, ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ വെച്ചു. കുഞ്ഞാപ്പക്കുട്ടി ഇവിടെ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ചായ കുടിക്കാനിരുന്ന സമയത്തായിരുന്നു അവൾ എണീറ്റത്. വീഡിയോ ഇട്ടപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോയതാണ് കേട്ടോ. ഞാൻ ഇത് രാവിലെ എണീറ്റ് കുറച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടായിരുന്നു. അന്നത്തെ കുഞ്ഞാപ്പക്കുട്ടി അകത്തുനിന്ന് വിളി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾ ഇന്നലെ രാത്രി ഒന്നും കഴിക്കാതെ കിടന്നുകൊണ്ട് തന്നെ രാവിലെ എണീച്ചപ്പോൾ ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതിന് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയും 2 ബിസ്ക്കറ്റും കൊടുത്തു. അതിലൊരു ബിസ്ക്കറ്റ് മാത്രമേ ആൾ തിന്നിട്ടുള്ളൂ, ബാക്കി ബിസ്ക്കറ്റ് ചായയിലൊക്കെ അങ്ങോട്ട് കലക്കിയിട്ട് മറയ്ക്കാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഞാനത് അവിടെ ഇരുത്തി കുടിപ്പിച്ചു കേട്ടോ. ആളെ ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് കുടിപ്പിച്ചത്, കാരണം വെറുതെ വാങ്ങിച്ചിട്ട് അങ്ങനെ കളയാൻ പാടില്ലല്ലോ. പിന്നെ ഉടുപ്പേരിക്ക് എണ്ണ ഒഴിച്ച് അടുപ്പത്ത് കടുക് ഇട്ട് കഴിഞ്ഞപ്പം കടുക് പൊട്ടണില്ല. കാരണം എന്താ അറിയോ, നമ്മളെ ഗ്യാസ് തീർന്നു. പിന്നെ ഉപ്പേരിയിലൊക്കെ കൊണ്ടുവന്ന് അടുപ്പത്ത് വെച്ചു. പിന്നെ സാമ്പാറിലുണ്ട് രാവിലെ പെട്ടെന്ന് അങ്ങ് തീർന്നപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കറിയും കൂടെ വെക്കണം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. പിന്നെ ഉപ്പേരിയൊക്കെ ആയതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദോശക്കല്ല് കുറേ നാൾ കൂടി അടുപ്പത്ത് ഇരിക്കാണ്ട് അന്നേരം പിന്നെ ദോശ കിട്ടുമെന്ന് ഡൗട്ട്. അന്നേരം പിന്നെ 2 മുട്ട എടുത്ത് അങ്ങോട്ട് ഓംപ്ലേറ്റ് അടിച്ചു കേട്ടോ. ഓംപ്ലേറ്റ് അടിച്ചാൽ പൊന്നിന് ചോറിന് കൊണ്ടുപോവുകയും ചെയ്യാം. അതുകൊണ്ട് ഓംപ്ലേറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോശക്കല്ലിൽ ആരെങ്കിലും പരീക്ഷിച്ച് നോക്കുക. ദോശ കിട്ടാതെ ഒട്ടിപ്പിടിക്കുന്ന ദോശക്കല്ലിലാണെങ്കിൽ ഒരു മുട്ട എടുത്തൊന്ന് ഓംപ്ലേറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ദോശ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി നീര് തേച്ച് കൊടുത്താലും ദോശ നല്ല അടിപൊളിയായിട്ട് കിട്ടും. എത്ര പഴകിയ ദോശക്കല്ലാണെങ്കിൽ തേച്ച് നന്നായി എണ്ണ തേച്ച് ഇതുപോലെ മുട്ട ഓംപ്ലേറ്റ് അടിച്ച് നന്നായി അടിപൊളി കിട്ടും കേട്ടോ. പിന്നെ ഇത് ഇന്നലെ രാത്രി ശാമട്ട നമ്മളെ പുഴയിൽ നിന്ന് മീനിനെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കി ഉപ്പും മഞ്ഞളൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി വറുത്തിട്ടില്ല, ഒരുപാട് നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം രാവിലെ ഒന്നുകൂടെ അതിനെ നന്നായി വൃത്തിയിൽ കഴുകിയെടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞളും മുളകും ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി തിരുമ്മി വെക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പുഴമീൻ വറക്കുമ്പോൾ ലേശം ഉപ്പ് കൂടുതലിടണം കേട്ടോ, എന്നാലും അതിന് ടേസ്റ്റ് കൂടുതലെന്നാണ് ഇവർ പറയാറ്. എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ പുഴമീൻ കഴിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഇവർ പറയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പുഴമീൻ എപ്പോഴും നന്നായി മൊരിഞ്ഞെടുക്കണം എന്നും എന്നോട് പറയാറുണ്ട്. അന്നേരം അതുപോലത്തൊക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ. അവർക്കെല്ലാവർക്കും വലിയ മോശം അഭിപ്രായമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ദോശ ചുടലൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ടാണ്. പിന്നെ ഇതാ കുടിക്കാനുള്ള വെള്ളം കൂടെ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. പിന്നെ മീനൊക്കെ തിരുമ്മി അവിടെ വെച്ചിട്ട് കുറേ നേരമായല്ലോ, അതൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. അതും കൂടെ അടുപ്പത്തേക്ക് വെക്കിയിട്ട് നമ്മളിവിടെ ഓയിലാണ് മീൻ, പപ്പടം എന്നിവ വറക്കാറ് കേട്ടോ. വെളിച്ചെണ്ണയിൽ കറികൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. എല്ലാം കൂടെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പറ്റില്ല, കുടുംബം കൊഞ്ഞാട്ടിയായി പോകുന്ന അവസ്ഥയാവും കേട്ടോ. കാരണം വെളിച്ചെണ്ണയ്ക്ക് പൊന്നിൻ്റെ വിലയാവുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ നമ്മൾ പുറത്തുനിന്നാണല്ലോ മേടിക്കില്ല, അവിടെ നമ്മളത് കിട്ടാൻ വഴിയില്ല. അവിടെ നല്ല വിലയും കൊടുക്കണം കേട്ടോ. തേങ്ങക്കാണെങ്കിലും വെളിച്ചെണ്ണക്കാണെങ്കിലും ഓരോ ദിവസം നല്ല വില കൂടി വരുന്നത്. അന്നേരം മീനൊക്കെ അടുപ്പത്ത് പൊരിക്കാൻ വെക്കുന്നുണ്ട്. ഇത് ഞാൻ ദോശക്കല്ലാണ് കേട്ടോ വെക്കണത്. നാളെ ദോശ ചുടുമ്പം എന്താവും അവസ്ഥ എന്നറിയില്ല, കാരണം ദോശക്കല്ലിൽ മീൻ വറുത്ത് കഴിഞ്ഞാൽ ദോശ കിട്ടാൻ സാധ്യത കുറവാണ് കേട്ടോ. എന്നാലും വേണ്ടില്ല, എനിക്ക് സമയമില്ല, എനിക്ക് വില്ലേജിൽ പോകണം. അതുകൊണ്ട് തന്നെ വേഗം ഒന്നിച്ച് വെച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചീൻചട്ടിയിൽ കുറേ പ്രാവശ്യം വെക്കേണ്ടി വരും. അതെനിക്ക് സമയത്തിന് പ്രശ്നമാവുകയും ചെയ്യും കേട്ടോ. പിന്നെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വില്ലേജിൽ ഇന്നലെ എന്നോട് പറഞ്ഞത് വിളിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് രാവിലെ ഒന്ന് വിളിച്ചിട്ടുണ്ട്. അന്നേരം ഞാനൊരു 9:30 ആയപ്പോൾ വിളിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു ഇന്ന് വില്ലേജ് ഓഫീസർ ഉണ്ട് വന്നോൾട്ടാ പറഞ്ഞിട്ടുണ്ട്. അന്നേരം എനിക്ക് എന്തായാലും വേഗം പോകണം. ഞാൻ എങ്ങനെ വേഗം പോകണം എന്ന് വിചാരിച്ചാലും എനിക്ക് 11 മണിയാവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. കാരണം കുട്ടികൾ പോയിട്ട് രാവിലത്തെ പരിപാടികൾ തീർക്കാണ്ടൊരു വഴിക്ക് പോലും നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ പോയിട്ട് വരുന്നത് നല്ല തീക്കട്ട പോലത്തെ വെയിലും കൊണ്ടിട്ടായിരിക്കും കേട്ടോ വരിക. പിന്നെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഉച്ചൻ്റെ ശേഷത്തെ പണികൾ അവിടെ തന്നെ ഉണ്ടാവും ചെയ്യാനും. അതിൻ്റെ കൂടെ ഈ രാവിലത്തെ പണികൾ ബാക്കിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കൂല കേട്ടോ. അന്നേരം ഞാൻ രാവിലത്തെ പരിപാടികൾ എങ്ങനെയെങ്കിലും പേടച്ചിട്ടെങ്കിലും ഞാനത് ചെയ്ത് തീർത്തിട്ടാണ് എവിടെയും പോകലുള്ളൂ. ശ്യാമേട്ടൻ്റെ കൂടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ പൊന്നോ രാവിലത്തെ പണികളൊന്നും എടുക്കാൻ പറ്റില്ല. ആൾ പോകാൻ പറഞ്ഞുകൊടുക്കും. അതിൽ മച്ചിക്ക് ഒറ്റയ്ക്ക് പോകുന്ന കേട്ടോ നല്ലത്. പിന്നെ കുഞ്ഞാപ്പക്കുട്ടീനെയും കൊണ്ട് ഈ വെയിലത്ത് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ടെൻഷൻ ഉണ്ട്. ഇപ്പം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ശ്യാമേട്ടൻ ലീവാക്കണം, ഇന്ന് ലീവാക്കണം. 2 ദിവസത്തെ പണി അങ്ങോട്ട് പോകട്ടെ. നമുക്ക് അടുത്ത ആഴ്ച ലോണടവും കൂടെ ഉള്ളതാണ്, അതുകൊണ്ട് ലീവാക്കലിട്ട് നടക്കില്ല. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങോട്ട് പോവാം. ഏതായാലും വീട്ടിലിരുന്നിട്ട് എന്തായാലും ആ സമയം കൊണ്ട് വേഗം പോയിട്ട് വരാം. വീട്ടിലിരുന്ന കുഞ്ഞാപ്പക്കുട്ടീനെയും കൊണ്ട് പോകുന്നു എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ എത്ര അടിച്ചു വാരിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. രാവിലെ ഞാൻ എത്ര അടിച്ചു വാരിയാലും വൈകുന്നേരം ആകുമ്പോൾ അതേപോലെ ചപ്പ് അതുപോലെ വീണ് കിടന്ന് അടിച്ചു വരാത്ത
എന്താണ് പറയുക, ഭാർഗവി നിലയം പോലത്തെ വീടിൻ്റെ മുറ്റം പോലെ ഉണ്ടാവും കേട്ടോ. എൻ്റെ വീടിൻ്റെ മുറ്റം ഈ ഒരു സ്ഥലം മാത്രം കേട്ടോ. മുമ്പസ്ത് ഇങ്ങനെ ഉണ്ടാവാറില്ല, നിങ്ങളെല്ലാവരും കാണലില്ലേ, മുമ്പസ്ത് ഇങ്ങനെ അടിക്കാട്ട് ഉണ്ടാവില്ല. ഇവിടെ ഈ സൈഡിൽ മരങ്ങളുള്ളതുകൊണ്ടാണ് എപ്പോഴും ചപ്പുകൾ ഉണ്ടാവും കേട്ടോ. ഒരു ദിവസം എനിക്ക് വയ്യാണ്ട് അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാവും കേട്ടോ. കാരണം ഞാൻ ആ വാതിലിൽ പൊളിച്ചിന് ഒരു കഷ്ണം കൂടിയുള്ളൂ. തീ പിടിപ്പിക്കാൻ നല്ല സുഖമാണ് കേട്ടോ, വേഗം തീ പിടിച്ച് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ തീ പിടിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടും, കാരണം മണ്ണെണ്ണ ഇല്ല. പേപ്പർ വെച്ച് ചെറിയ വിറകൾ തപ്പിപ്പിടിച്ചിടണം ഇനിയിപ്പോൾ തീ പിടിപ്പിക്കാൻ. നമുക്ക് ഒരാഴ്ച കഴിയണം കേട്ടോ ഗ്യാസ് കിട്ടണമെങ്കിൽ. ഇനി അടുത്ത ബുധനാഴ്ച ഗ്യാസ് വണ്ടി ഈ വഴിക്ക് വരത്തുള്ളൂ. അതെല്ലാം കൊണ്ടും ഇനി നമുക്ക് ഒരാഴ്ച പുകയായിരിക്കും കേട്ടോ. ഇനി പുക പോകും. അതാണ് ഇനി എൻ്റെ അവസ്ഥ കേട്ടോ. രാവിലെ ഇനി 6:30 വരെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇനി 5 മണിക്ക് തന്നെ എണീറ്റാലേ പൊന്നുകുട്ടി പോകുമ്പോഴത്തേക്കും കലാപരിപാടികളൊക്കെ നടത്തി അവൾക്ക് ചോറ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അവൾക്ക് ആഴ്ചയിൽ 3 ദിവസമേ ക്ലാസ് ഉള്ളൂ. 10ാം ക്ലാസ്സുകാർക്ക് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 2 അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളെ മീൻ ഏകദേശം ഒരു വശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഒന്ന് മറച്ചിട്ടു സെറ്റാക്കി അവിടെ വെച്ചുട്ടാ. മീനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ നല്ല മൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങളാരും വിചാരിക്കേണ്ട മീൻ കരിഞ്ഞു പോയിന്നില്ല കേട്ടോ. കരിഞ്ഞു പോയിട്ടില്ല, നന്നായി മൊരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കളറൊക്കെ ഉണ്ടാകുമ്പോഴേ ഒരു കളർ വ്യത്യാസം നിങ്ങൾക്ക് തോന്നും. പക്ഷേ മീൻ മൊരിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ആരും എന്നെ തെറ്റിദ്ധരിക്കല്ലേ, മീൻ കരിച്ചിട്ടില്ല, മൊരിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ പിന്നെ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ കാണുന്നത് പരമാവധി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കേട്ടോ. പിന്നെ ഇതെൻ്റെ കുഞ്ഞാപ്പൂക്കുട്ടി ഇതാ സഞ്ചിയൊക്കെ തൂക്കി പോകുന്നുണ്ട് കേട്ടോ. ആൾ ഈ പോക്ക് ഇങ്ങനെ നല്ല ഉഷാറിൽ പോകും. തിരിച്ച് വരുമ്പോൾ ഈ പോക്കിൻ്റെ ഉഷാറൊന്നും കാണത്തില്ല കേട്ടോ. കുറച്ചിപ്പോൾ നടക്കും കേട്ടോ. ആദ്യമൊക്കെ എടുക്കണമായിരുന്നു, ഇപ്പോൾ കുറച്ച് നടക്കും. പിന്നെ വില്ലേജിലൊക്കെ പോയിട്ട് വില്ലേജ് ഓഫീസറെ കൊണ്ടുപോയി സ്ഥലമൊക്കെ കാണിച്ചു. കടലാസ് ഒപ്പിട്ടിട്ട് ഇനി അവർ താലൂക്കിലേക്ക് കൊടുത്തോളാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്നലെ പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടു കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞത്. ഇന്നിപ്പോൾ പോയി പറഞ്ഞു അവർ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ അടുത്ത ഗഡുവിൻ്റെ പൈസ നമുക്ക് എന്ന് കയറുന്നു അന്നാണ് നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുവരെ അവിടെ കിടക്കണം. പിന്നെ നമ്മൾ തൊഴിലുറപ്പിൻ്റെത് കൊടുക്കാൻ റെഡി ആയിട്ടില്ല. അതിനി വില്ലേജിൽ നിന്ന് ഒരു കടലാസും കൂടെ കിട്ടാണ്ട് അതിനിപ്പോൾ അവരവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി എന്നെ വിളിക്കുക എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടുട്ടാ. കാരണം ഇന്ന് തന്നെ തരാനുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മളെ സാധാരണക്കാർ ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോയാൽ ഒരു 10 വട്ടം നടക്കണം എന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. അതിനെ പിന്നെ അതിന് മായച്ചാൽ മായത്തില്ല. അത് സാധാരണക്കാരെന്നല്ല, ആരും കൈക്കൂലി കൊടുക്കാതെ എന്ത് കാര്യം നടത്താമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് കൈക്കൂലി മേടിക്കുന്നവർ കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഏതായാലും അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, ആർക്കും കൊടുക്കില്ല കേട്ടോ. എങ്ങനെ നടത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ ശ്രമിച്ച് നടത്തിയെടുക്കും. കാരണം ഞങ്ങൾക്ക് കൈക്കൂലിയൊക്കെ കൊടുത്ത് ചെയ്യണമെങ്കിൽ പണ്ടേ ചെയ്യിക്കായിരുന്നു. ഞങ്ങൾ കയ്യിൽ 5 പൈസ ആർക്കും കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ്. അന്നേരം പിന്നെ ഇനി വിറകില്ല. കാരണം ഇത് ഉള്ളതിൽ ഏറ്റവും ശോചനാവസ്ഥയിലുള്ള വിറകിനെയാണ് ഞാനെടുത്ത് ഈ കൊത്തിപ്പിടിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകുമായിരിക്കൂലേ. കാരണം വലിയ ബാക്കിയുള്ളതൊന്നും കൊത്തിപ്പിടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് ഉള്ളതിൽ കുറച്ച് വണ്ണം കുറഞ്ഞതും ചെതല് പിടിച്ചതുമായ വിറകിനെടുത്ത് തൽക്കാലത്തേക്ക് കൊത്തിപ്പൊട്ടിക്കുന്നുണ്ട്. കാരണം നാളെ തൊട്ട് നമുക്ക് വിറകടുപ്പിൽ വിറക് വയ്ക്കാൻ വിറകില്ല കേട്ടോ. ഗേസ് പൊട്ടിച്ച വിറകെല്ലാം തീർന്നിട്ടുണ്ട്. അയ്യ കുഞ്ഞാപ്പുക്കുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ തിരുവിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പൊട്ടിച്ച വിറകെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം ഇന്ന് നമുക്ക് വിറക് കീറാതെ ഒരു രക്ഷയില്ല. ഞായറാഴ്ച ആവണം വിറക് കീർത്തരുന്നെങ്കിൽ. അതുവരെ ഞാനിങ്ങനെ കുത്തിപ്പൊട്ടിച്ചും തല്ലിപ്പൊട്ടിച്ചും ഇങ്ങനെ ഒരാഴ്ച നീണ്ടു പോകണം. ഏതാക്കും എന്നൊന്നും അറിയത്തില്ല. വിറക് കീറാനിരിപ്പുണ്ട് കേട്ടോ. കീറണം എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ പറമ്പിൽ JCB വലിച്ച് അവിടെ കുറച്ച് മരങ്ങൾ പറിച്ചിട്ടതുണ്ട്. അതിന് പച്ചയാണ് കേട്ടോ. അത് പിന്നെ മിഷ്യൻ വെച്ച് ആളെ കൊണ്ടുപോയി മുറിച്ച് ഒക്കെ എടുത്ത് കൊണ്ടുവരണം. അന്നേരം ഇത് തീരുമ്പോഴത്തേക്കും അതെങ്ങനെയും കൊണ്ടുവരണം. പിന്നെ മഴക്കാലത്ത് എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം ഒരട്ടി വിറക് ഇറക്കണം കേട്ടോ. അല്ലാണ്ട് വിറകില്ല. അന്നേരം കുറേ വർഷമായി, ഇപ്പോൾ 2-3 വർഷമായി ഞങ്ങൾ വിറക് ഇറക്കിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിങ്ങനെ പറമ്പിൽ നിന്ന് കിട്ടിയ വിറകും അതും ഇതൊക്കെ ഉള്ളത് കൊണ്ട് വിറക് ഇറക്കിയിട്ട് 2-3 വർഷമായിട്ടോ. ഉള്ളത് കൊണ്ട് ഒപ്പിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ ഒരാഴ്ച എന്തായാലും നമുക്ക് വിറകില്ലാതെ പറ്റത്തില്ല. പിന്നെ ഞാൻ ഉച്ചൻ്റെ ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഉച്ചൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ വിറക് കീറൽ ഇപ്പോൾ കണ്ടില്ലേ, ആ വിറക് കീറലൊക്കെ ഉച്ചൻ്റെ ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ചൂടായതുകൊണ്ട് തന്നെ കുളി വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചു. കുട്ടികൾ വന്നു, ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഓരോരുത്തർ ഓരോ പാട്ടിലിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിറകെല്ലാം കീറി വൈകുന്നേരത്തെ ചായ കുടീൻ്റെയും ഉച്ചക്കത്തെ പാത്രങ്ങളൊക്കെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കഴുകാൻ. അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്ന പരിപാടികളാണ് കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി പോയി കുളിക്കാൻ. പിന്നെ കറി വെക്കാനുണ്ട് കേട്ടോ. നമ്മളെ സാമ്പാർ ഉച്ചക്കത്തോട് അല്ല വൈകുന്നേരത്തോടു കൂടി കഴിഞ്ഞു. രാവിലത്തെ ദോശ ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടി കുട്ടികൾ ചായ അടിച്ചു കേട്ടോ. പിന്നെ ഇനി കറിയൊക്കെ വെക്കണം. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അന്നേരം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോലെ. നാളെ കാണാം.